ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. ഭഗവത്ഗീതയെക്കുറിച്ച് നമ്മൾ നേരത്തെ അത് പഠന വിഷയമാക്കിയപ്പോൾ ഈ ചിന്ത, ഈ വിവരങ്ങൾ എല്ലാം അന്ന് വളരെ വിശദമായി സംസാരിച്ചതാണ്. എങ്കിലും അന്ന് കേൾക്കാത്ത ധാരാളം പേർ ഇന്നുണ്ട്. അവർക്ക് വേണ്ടി ആദ്യം നമ്മളെ തന്നെ നാം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ഇതിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആധ്യാത്മികമായ രീതിയിൽ ഈ ശരീരത്തിന് നിർവചനം, ഭൗതികശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ ഫിസിയോളജി, നമ്മുടെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആ ഫിസിക്കൽ മാറ്ററിനെ കുറിച്ചല്ല പറയുന്നത്. ആധ്യാത്മികമായിട്ട് ശരീരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മുടെ ശരീരത്തിന് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നിങ്ങനെ 3 ശരീരങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴോ നമ്മുടെ ഒരു ബോഡിയല്ലേ നമുക്ക് കാണുന്നുള്ളൂ. പക്ഷേ ഇതിൽ തന്നെ 3 ശരീരങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതിലെ ആദ്യം നമ്മൾ ഈ കാണുന്ന, ഈ ജഡമായിട്ട് കാണുന്ന, ഈ സ്ഥൂലമായിട്ട് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന, നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ കഴിയുന്ന, മറ്റൊരാൾക്ക് നമ്മളോട് സംവദിക്കാൻ കഴിയുന്ന നമ്മുടെ ഈ ഭാരമുള്ള, പിണ്ഡമുള്ള ഈ ശരീരം, അതാണ് സ്ഥൂല ശരീരം. അതിനുശേഷമാണ് സൂക്ഷ്മ ശരീരം വരുന്നത്. ആ സൂക്ഷ്മ ശരീരം എന്താണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെയോ 5 പ്രാണങ്ങൾ. പ്രാണങ്ങൾ 5 എണ്ണമാണ്. അത് മനസ്സ്, ബുദ്ധി ഇവയെല്ലാം കൂടി ചേർന്ന ആ 17 ഘടകങ്ങൾ വരുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പോൾ ഏതൊക്കെയാണ്? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ 10ആയി, 5 പ്രാണങ്ങൾ 15ആയി, പിന്നെ മനസ്സും ബുദ്ധിയും. ഈ മനസ്സും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടല്ലോ. എനിക്ക് മനസ്സില്ല, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ ചിന്തിക്കുന്നതും ശരിയേത് തെറ്റേതെന്നുള്ളത് വേർതിരിക്കുന്നതും ഒരു സ്ഥിരമായ ഒരു ഉറപ്പിൽ വന്ന് നിൽക്കുന്നതും. അപ്പോഴത് ബുദ്ധി അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെയോ മനസ്സ്, ഇന്ദ്രിയങ്ങളിലൂടെ നേടിയെടുക്കുന്ന അറിവിനെ സംഭരിച്ചു വെച്ചിട്ട് അത് നമ്മളുടെ ആവശ്യത്തിന് അനാവശ്യത്തിന് നമ്മളെ കൊണ്ട് പ്രചോദിപ്പിക്കുന്ന സംഭവമാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്കത് വേണം, ഇത് വേണ്ട, അവിടെ പോകണം, ഇവിടെ പോകണം, ഇത് കഴിക്കണം, കഴിക്കണ്ട, അത് നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ സുഖം അനുഭവിച്ച് കിട്ടുന്ന ആ ഒരു തീരുമാനം. അതും എല്ലാവർക്കും ഉണ്ടല്ലോ. ആ 2 കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഉണ്ടല്ലോ. ഏതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? നമ്മുടെ പുറമേ കാണുന്ന കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക് തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതുപോലെ കർമ്മേന്ദ്രിയം, ജ്ഞാനങ്ങളെ, പുറത്തുനിന്നുള്ള ജ്ഞാനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ആ ഇന്ദ്രിയങ്ങൾ. അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ, കർമ്മം ചെയ്യാനുള്ള 5 ഇന്ദ്രിയങ്ങൾ. നമ്മുടെ നാവ് സംസാരിക്കണ്ടേ, അതൊരു കർമ്മമല്ലേ. അത് പിന്നെ നമ്മുടെ കാല്, കൈ സഞ്ചരിക്കുവാനും പ്രവൃത്തി ചെയ്യുവാനും കൈയും കാലും ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ, ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള സുഖഭോഗങ്ങളെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജനനേന്ദ്രിയം. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് പുറന്തള്ളുന്ന മലദ്വാരം. ഇത് ഇത്രയും കൂടെ ചേരുമ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങളായി. പിന്നെയാണ് പഞ്ചപ്രാണൻ. അതും കൂടെ വരുമ്പോഴാണ് 15 എണ്ണമാകുന്നത്. 5 പ്രാണനാണ്. പക്ഷേ പ്രാണൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ മൂക്കിലൂടെ അകത്തേക്ക് സഞ്ചരിക്കുന്ന വായു പ്രവാഹം. പക്ഷെ അതിൻ്റെ സ്ഥാനമനുസരിച്ചും അതിൻ്റെ പ്രവൃത്തി അനുസരിച്ചും അതിനെ 5ആയിട്ട് നമുക്ക് തിരിക്കാം. ഈ ഒരു മൂക്കിലൂടെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ സ്ഥാനത്തൂടെ കടന്നു പോകുന്ന നമ്മുടെ ശരീരത്ത് മൊത്തം പ്രവർത്തിക്കുന്ന ആ വായു സഞ്ചാരം ഒരു പ്രാണൻ ഒന്നേ ഉള്ളൂ എങ്കിലും അതിൻ്റെ ആ പ്രവൃത്തി ഭേദം കൊണ്ടും അതെവിടെയാണ് സ്ഥാനം ചെയ്യുന്നത് എന്നതുകൊണ്ടും അതിനെ നമുക്ക് 5ആയിട്ട് വേർതിരിക്കാം. അതിനാണ് പഞ്ചപ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അകത്തേക്ക് പോകുന്ന വായുവിനെയാണ് നമ്മൾ പല ഭേദങ്ങളായിട്ട് തിരിക്കുന്നത്. ഒരാൾക്കിപ്പോൾ പല ഭാവഭേദങ്ങൾ ഉണ്ടാകാം. സന്തോഷിക്കുമ്പോൾ ഒരു ഭാവം, ഒരു മുഖഭാവം, വിദ്വേഷം വരുമ്പോൾ മറ്റൊരു ഭാവം, മറ്റുള്ളവരോട് ദേഷിക്കുമ്പോൾ രൗദ്രഭാവം, പ്രണയം തോന്നുമ്പോൾ അങ്ങനെ ഒരു ശൃംഗാരഭാവം, ദുഃഖം വരുമ്പോഴോ വളരെ വളരെ രോദനമായിട്ടുള്ള, വളരെ ശാന്തമായിട്ട്, വളരെ വേദനാജനകമായ ഭാവം, പിന്നെ സ്വസ്ഥമായിരിക്കുമ്പോൾ ശാന്തഭാവം, അങ്ങനെ പല പല ഭാവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതുപോലെ ഈ വായു കടന്നു പോകുന്ന
ആ സ്ഥാനങ്ങളനുസരിച്ചും അതിനും പല ഭാവങ്ങൾ വരും. അപ്പോൾ അതിന് പ്രത്യേകം പ്രത്യേകം പേരാണ്. 5 പേരുകൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രാണനെ വേർതിരിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചപ്രാണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് പ്രാണൻ, രണ്ടാമത്തേത് അപാനൻ, 3 സമാനൻ, അടുത്തത് 4 വ്യാനൻ, 5 ഉദാനൻ. അപ്പോൾ പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്നിങ്ങനെ 5 തരത്തിലാണ് നമ്മുടെ ഈ പ്രാണവായുവിനെ നമ്മൾ പഞ്ചപ്രാണനായിട്ട് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. കഴുത്തിന് മുകളിലുള്ള പ്രാണനാണ് ആ പ്രധാനപ്പെട്ട പ്രാണൻ, മുഖ്യപ്രാണൻ. അതുകൊണ്ടാണ് തലയ്ക്കുമൊക്കെ പ്രശ്നം വന്നാൽ അപ്പം തന്നെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അടിവയറിന് താഴോട്ട് പ്രവർത്തിക്കുന്നത് അതാണ്. അതുപോലെ മലമൂത്ര വിസർജനത്തിനൊക്കെ കാരണമായിട്ടുള്ള ഒരു പ്രാണനുണ്ട്. ആ പ്രാണനാണ് അപാനൻ. അടിവയറിന് താഴെ പ്രവർത്തിക്കുന്ന നമ്മുടെ ജനനേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആ വായു സഞ്ചാരത്തിനെയാണ് അപാനൻ എന്ന് പറയുന്നത്. അടുത്തത് സമാനൻ. സമാനൻ എന്ന് വെച്ചാൽ ഈ പ്രാണന്റെയും അപാനന്റെയും ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയിൽ കഴിയുന്ന ആ ഒരു പ്രാണസഞ്ചാരത്തെയാണ് സമാനൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന ജലവും ഒക്കെ സമാഹരിച്ച് അതേ രൂപത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനൊരു പ്രാണശക്തി നമ്മുടെ വയറിൽ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് ആ ശക്തിയെയാണ്, പ്രാണശക്തിയെയാണ് നമ്മൾ സമാനൻ, ഒരു സമാനമായ രീതിയിൽ അല്ലെങ്കിൽ സമാഹരിച്ച് സമീകൃതമാക്കുന്ന ഒരു രീതിയിലുള്ള പ്രാണൻ. അടുത്തതാണ് വ്യാനൻ. വ്യാനൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് വ്യാനൻ. ആ പേര് പോലെ തന്നെ വ്യാപിച്ചിരിക്കുന്ന പ്രാണനാണ് വ്യാനൻ. അപ്പോൾ ഈ വ്യാനൻ ഇല്ലാത്ത ഒരു ഭാഗവും ശരീരത്തില്ല. ശരീരത്തിന്റെ സർവ്വ നാഡീഞരമ്പുകളിലും നമ്മുടെ ശരീരത്തിന് 72,22,10,201 നാഡികളുണ്ടെന്നാണ് നമ്മുടെ ഉപനിഷത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും നാഡീ ഞരമ്പുകളിലും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ ഫുൾ ബോഡി പ്രവർത്തിക്കുന്ന ആ പ്രാണനെയാണ് വ്യാനൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാനൻ അതിനുശേഷം വരുന്നതാണ് അവസാനത്തെ പ്രാണനാണ് ഉദാനൻ. ഈ ഉദാനൻ എന്ന പ്രാണൻ പ്രത്യേകിച്ച് അതിന് ജോലിയൊന്നുമില്ല. ആകെ ഒരു ജോലിയേ ഉള്ളൂ. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോകേണ്ടി വരുമ്പോൾ പോകാൻ തയ്യാറായിരിക്കുന്ന ഒരു വായുവിശേഷമാണ് ഈ ഉദാനൻ. ഈ ഉദാന വായുവാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറെടുത്ത് കാത്തിരിക്കുന്ന പ്രാണനാണ്. അപ്പോൾ അതിന് അല്ലാതെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളിലേക്ക് വ്യാപരിക്കുന്നില്ല. അവസാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന സംഭവം വരുമ്പോഴാണ് ഉദാനൻ. അങ്ങനെ ഇത് സുഷുമ്ന നാഡിയിലൂടെയാണ് ഈ ഉദാനൻ എന്ന പ്രാണൻ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ 5 ഭാവങ്ങളിൽ 5 സ്ഥാനങ്ങളിൽ ഒരേ ഒരു പ്രാണൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 17 ഘടകങ്ങളാണ് പറഞ്ഞത്. പഞ്ചപ്രാണങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പിന്നെ മനസ്സ് എന്തുവാണെന്ന് മുമ്പേ പറഞ്ഞു, ബുദ്ധി അതും ആദ്യം തന്നെ പറഞ്ഞു. ഇത് ഇത്രയും ചേരുമ്പോഴാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ലിംഗശരീരം. അതായത് ഓരോ അടയാളങ്ങളിലൂടെ രേഖപ്പെടുത്തുന്ന ശരീരത്തിനെയാണ് ലിംഗശരീരം. ലിംഗം എന്ന് വെച്ചാൽ അടയാളം എന്നാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മ ശരീരം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി കാണും. 17 ഘടകങ്ങൾ. ഇത് ഭഗവത്ഗീതയിൽ ഞാൻ ഇതിനേക്കാളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ശരീരമാണ് കാരണശരീരം. കാരണശരീരം എന്ന് വെച്ചാൽ നമുക്ക് അജ്ഞാത ശരീരം എന്ന് വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ സുഷുപ്തിയിൽ ഉറങ്ങുന്ന അവസരത്തിൽ നാം അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. പക്ഷേ ആ ആനന്ദത്തിന്റെ ഉപാധിയായിട്ട് നമുക്ക് ശരീരമുണ്ടോ? അപ്പോൾ ആ ശരീരത്തെക്കുറിച്ച് നമ്മളപ്പോൾ ബോധവാന്മാരല്ല. പക്ഷേ
നമ്മൾ സുഖമായി ഉറങ്ങി എഴുന്നേറ്റു എന്ന് നമ്മൾ പറയുന്നുമുണ്ട്, ആ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ശരീരമില്ല. അജ്ഞാതമായ ഏതോ ഒരു ശരീരത്തിൽ, ഏതോ ഒരു ബോധത്തിലിരുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സുഷുപ്തിയിൽ നമ്മൾ സുഖമാകുന്നത്. നമ്മൾ ഞാൻ എന്ന ബോധം നഷ്ടപ്പെട്ട് സുഖമായി, ഞാൻ എവിടെയാണ്, ഞാൻ എന്ന ബോധമില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെയാണ്, എൻ്റെ ശരീരം എവിടെ കിടക്കുന്നു, എൻ്റെ കൂടെ ആരുണ്ട് കിടക്കാൻ, ഞാൻ എന്ത് ധരിച്ചു, ഞാൻ ഏത് വീട്ടിലാണ് കിടക്കുന്നത്, ഇങ്ങനെയൊന്നും നമുക്കൊരു ബോധം സുഷുപ്തിയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ എന്ന അഹം എന്ന ബോധമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അജ്ഞാതമായ ഒരു ശരീരം അപ്പോഴും നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലേ നമ്മൾ സുഖം അനുഭവിച്ചു എന്ന് പറയുന്നത്. ഈ കാണുന്ന സൂക്ഷ്മമോ സ്ഥൂലമോ ആയ ശരീരമല്ലാത്ത മറ്റൊരു ശരീരം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സുഖം അനുഭവിച്ചു എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോഴും അവിടെ ഒരു സംഭവമുണ്ട്. ആ അജ്ഞാതമായ ആ ശരീരത്തിനെയാണ് നമ്മൾ കാരണ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ അവനവനിൽ തന്നെ ഇരിക്കുന്ന, അജ്ഞാതാവസ്ഥയിലിരിക്കുന്ന, എന്നാൽ സുഖം അനുഭവിക്കാൻ കഴിയുന്ന, നാം എന്ന ബോധമില്ലാത്ത ആ ഒരു ശരീരമാണ് കാരണശരീരം. അപ്പോൾ ഈ ശരീരങ്ങൾക്കും എല്ലാം ഈ കാണുന്ന സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 ശരീരങ്ങളോട് കൂടിയതാണ് ഓരോ മനുഷ്യനും. പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്താണ്? ഒരു ശരീരത്തെ നമ്മൾ കാണുന്നുള്ളൂ. ഇതിനുള്ളിൽ ഇന്നതൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുമ്പോൾ, അറിയുന്നവർ ഒരുപാട് പേരുണ്ട്, അറിയാത്തവർ ഇത് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ പിന്നെ പുറമേ കാണുന്ന ഈ ജഡമായ സ്ഥൂല ശരീരം, അതിനുള്ളിൽ അജ്ഞാതമായിരിക്കുന്ന ഒരു കാരണ ശരീരം. അപ്പോൾ ഈ ശരീരങ്ങളെ എല്ലാം നമ്മളിൽ തന്നെ ഇരിക്കുന്ന ഈ പ്രാണനുകളെ, പഞ്ചപ്രാണനുകളെ, ഇവയൊക്കെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പഞ്ചപ്രാണനുകളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെയാണ് ധ്യാനാവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ഏകമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ധ്യാനമൊക്കെ നമ്മൾ ആരംഭിക്കാൻ, അല്ല കഴിഞ്ഞ ദിവസം ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ധ്യാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു യോഗം ഭഗവാനുമായിട്ട് വെക്കുന്ന ഒരു യോഗമാണ്. അതിലേക്കൊക്കെ വരുമ്പോൾ നമ്മളിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ശരിയായിട്ടുള്ള ഭഗവാനെ അറിയുവാനുള്ള ഒരു ബ്രഹ്മവിദ്യ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി അതിൽ തന്നെ ഉറയ്ക്കണം മനസ്സ്. അങ്ങനെ ഉറച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഈ ധ്യാനം കൊണ്ടുള്ള ഒരു ശരിയായ ഗുണം ഉണ്ടാവുകയുള്ളൂ. എല്ലാം നമ്മളിപ്പോൾ കാണുന്ന എല്ലാറ്റിലും പ്രവർത്തിക്കുന്നത് ആ ഭഗവാന്റെ ചൈതന്യമാണെന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണം. ഈ ഭഗവാന്റെ ഉള്ളിലാണ് നമ്മൾ നിലനിൽക്കുന്നത്, ഭഗവാന് പുറത്തല്ല. ഇവിടെ കാണുന്ന ഭൂമിയാണ് ഭഗവാന്റെ പാദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മത്തിന് പ്രത്യേകിച്ച് ഒരു രൂപമില്ല, അതിന് കണ്ണില്ല. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, കണ്ണില്ല, കൈയില്ല, കാലില്ല, തലയില്ല, മൂക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു രൂപമാണെങ്കിലും എല്ലാം ഉള്ള ഒരു രൂപവും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു ചിലന്തി വല കിട്ടുന്നു. ചിലന്തിയല്ലേ അതിന്റെ സെന്ററിൽ നിൽക്കുന്നത്. ആ സെന്ററിൽ ഇരിക്കുന്ന ആ ചിലന്തിയുള്ളിൽ നിന്നാണ് ആ വലകൾ ഇങ്ങനെ വന്ന് വലിയൊരു വിശാലമായ ഒരു വലയായി മാറി അത് ഈ പ്രാണികളൊക്കെ വീഴുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ചിലന്തി ഉണ്ടെങ്കിലേ ആ വല ഉണ്ടാകുന്നുള്ളൂ. അതാണ് അതിന്റെ സെന്റർ. അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്, അല്ലേ? അതുപോലെ ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ കാണുന്ന, പരബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ കാണുന്ന ഓരോ ജീവജാലങ്ങളും. ഇവിടെ കാണുന്ന ജീവജാലമെന്നല്ല, ഈ നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ, നാം അനുഭവിക്കുന്നതും അനുഭവിക്കാൻ കഴിയാത്തതുമായ സർവ്വതും ഉണ്ടായത്. നമുക്ക് അനുഭവിക്കാൻ ഈ നമ്മളിലിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം ഈ ശരീരമാകുന്ന ഇന്ദ്രിയങ്ങളുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ഒരു ചെറിയ വേലിക്കെട്ടിനുള്ളിലുള്ള ഒരു ചെറിയ ഇടുങ്ങിയ റൂമിനകത്തിലേക്ക് വന്നതാണ് മഹാപ്രാണൻ.
ആ മഹാബോധം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അതൊരു ചെറിയ ഇടുങ്ങിയ ഒരു വഴിക്കകത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ ഒരു കൂടിനുള്ളിലേക്ക് അങ്ങ് അകന്ന് അടുത്ത് പോയി, അത്രയും ചെറുതായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അതും ഒരു പരിധി വരെയല്ലേ നമുക്ക് കാഴ്ചയും കേൾവിയും ഉള്ളൂ, അനുഭവ സ്പർശനവും ഒക്കെ. ഇപ്പോൾ ഒരു 100 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കാതിന് കേൾവി ഉണ്ടാവുകയില്ല, കണ്ണിന് നല്ലതായിട്ട് അകലെ പോകുന്നവരെ കാണാൻ കഴിയില്ല. ഇതൊക്കെ ശരിയായിട്ട് ജീവിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ 40 വയസ്സിൽ 30 വയസ്സ് വരെയും കണ്ണ് കാണാത്തവരും ചെവി കേളാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥ ജീവിതം, ഉപനിഷത്ത് പറയുന്നത് 100 വയസ്സ് വരെ നീ കർമ്മം ചെയ്ത് ആരോഗ്യവനായി ജീവിക്കൂ എന്നാണ്. ഈ പറച്ചിലാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ അമ്മായിയമ്മയുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ. അമ്മ 110ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അമ്മയ്ക്ക് 100 വയസ്സിലൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാനും കേൾക്കാനും ഓർമ്മയും എല്ലാം ഉണ്ട്. മരിക്കുന്നതിന് ഇത്തിരി മുമ്പ് 2 വർഷത്തിന് ഒക്കെയുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാതെ കാഴ്ചയ്ക്കും കേൾവിക്കും ഒക്കെ അതുവരെയുണ്ട്. അത്രയ്ക്ക് നല്ല ചിട്ടയായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന, കാണുന്നതെല്ലാം കഴിക്കുകയും അങ്ങനെയൊന്നുമില്ല. നല്ല ചിട്ടയായിട്ടുള്ള ആഹാരക്രമവും വ്യായാമവും എല്ലാം ജോലികളും എല്ലാം അമ്മ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമാണ് അവനവൻ്റെ പറമ്പിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കുമായിരുന്നു. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള മീനുകൾ, നമ്മൾ കഴിക്കുന്ന എല്ലാ മത്സ്യങ്ങളും ഇറച്ചിയൊന്നും അമ്മ കഴിക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മീനൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അതും വളരെ കുറച്ചൊക്കെ കഴിക്കൂ. പക്ഷെ എല്ലാ ജോലിയും പറമ്പിൽ പച്ചക്കറികളെല്ലാം നടും, അങ്ങനെ ഓരോ കാര്യങ്ങളും എപ്പോഴും ജാഗരൂകയായിട്ട് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം കുഴമ്പ് തേച്ച് കുളിക്കും. ഞാൻ അമ്മയ്ക്ക് കുഴമ്പൊക്കെ ശരീരത്തിൽ പുരട്ടി കൊടുക്കുമായിരുന്നു. അമ്മ പറയും ഞാനും പുരട്ടണം കുഴമ്പെന്ന്. അപ്പം ഞാൻ ചോദിക്കും എന്തിനാ അമ്മ എനിക്ക് കുഴമ്പൊക്കെ പുരട്ടുന്നേ? അപ്പോൾ അമ്മ പറയും നമ്മുടെ ശരീരം നല്ലതായിട്ടിരിക്കാൻ വേണ്ടി, അസുഖങ്ങൾക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നേ, അസുഖം വരാതിരിക്കാൻ വേണ്ടി, ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അമ്മ ചെയ്യുന്ന ഏതോ മണമുള്ള ഒരു തൈലമായിരുന്നു അമ്മ പുരട്ടുന്നത്. ആ തൈലം എന്നെയും പുരട്ടാൻ അമ്മ നിർബന്ധിക്കുമായിരുന്നു. അത് എൻ്റെ നല്ല മക്കളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണത്. ഞാൻ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോഴും അമ്മ അത് തന്നെ എന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ആ സമയത്ത് തീരെ ചെറുപ്പമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യും. അമ്മയ്ക്ക് ഞാനിതെല്ലാം ചെയ്തു കൊടുക്കും. അമ്മ തിരിച്ച് എന്നെ ആഴ്ചയിലൊരിക്കൽ ഞാനും അമ്മയും കൂടെ ചെയ്യുന്ന പരിപാടിയായിരുന്നത്. അപ്പം ഞാൻ കിടക്കുന്ന റൂമിൽ അമ്മ വന്നിട്ട് കഥവൊക്കെ ലോക്ക് ചെയ്തിട്ട് അമ്മ പറയും നമുക്ക് തൈലമൊക്കെ പുരട്ടാം എന്നൊക്കെ. അമ്മ വളരെ ആരോഗ്യവതിയായിരുന്നു. അങ്ങനെ അത് ഒരു ചിട്ടയിൽ അമ്മ ജീവിച്ച് വന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം ഈ പറയുന്നത് പോലെ അനേക കാലം നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. അതെനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് എൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ആവശ്യമുള്ളത് മാത്രം, ജീവിച്ചിരിക്കാൻ ആവശ്യമുള്ളത് മാത്രം കഴിച്ച്, ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിച്ച്, അസുഖങ്ങളൊക്കെ പിടിക്കാതെ ആരോഗ്യത്തോടെ ഇരുന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ 100 വയസ്സ് വരെയൊക്കെ പ്രവർത്തിക്കും. നമ്മുടെ ഉപനിഷത്തിൽ ഉണ്ട്, വേദാന്തങ്ങളിൽ എഴുതിയിട്ടുണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനേക കാലം നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും നമ്മുടെ ഉള്ളിലേക്ക് അതിനെയൊക്കെ സ്വാംശീകരിച്ച് നാം ആരാണ് എന്ന് കണ്ടുപിടിക്കുവാനും ഒക്കെ നമുക്ക് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ഫലം ഉണ്ടാകും. വളരെ ഫ്രൂട്ട്ഫുള്ളായ ജീവിതമാണെന്ന് നമുക്ക് മനസ്സിലാകും. ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ പല ദുരിതങ്ങളും ദുഃഖങ്ങളിലും കൂടെയും കടന്നു പോകും. എങ്കിലും മനസ്സ് നമ്മുടെ കയ്യിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ, ഉറച്ച മനസ്സോടെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ വരുന്ന കാറ്റും കോളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകത്തേയുള്ളൂ, നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. മനസ്സിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സ് ഡൗണായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിക്കുകയും ആ കുറേ വിഷമിച്ച് കഴിയുമ്പോൾ ദേഷ്യത്തിലൂടെ നമ്മുടെ മനസ്സിനും ആകെ അരോചകമാകും. നമ്മളുടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും പ്രവൃത്തികളും എല്ലാം മോശമാകും. കുടുംബത്തിനും എല്ലാം അസമാധാനമാകും നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്ന് കൈവിട്ടു പോയാൽ. അപ്പോൾ മനസ്സ് കൈവിടാതെ മനസ്സിനെ ബലപ്പെടുത്തി ജീവിക്കണം.
ആ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ സ്റ്റേബിൾ ആവണം, ഉറച്ച ഒരു മനസ്സുണ്ടാവണം. ഉറച്ച മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടുത്തെ ജീവിത ഘട്ടത്തിൻ്റെ ഈ ചാക്രികമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഭാഗമാണെന്നും ഇതെല്ലാം ഒന്നും സ്ഥിരമല്ലെന്നും ഇതെല്ലാം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഈ കാലപ്രവാഹത്തിൽ സ്ഥിരമായിട്ടുള്ളത് നമ്മിലിരിക്കുന്ന ബോധ ചൈതന്യം മാത്രമാണെന്നും അത് എന്ന് വരെയും നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന് അതുവരെയുമേ ഉള്ളൂ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ അനുഭവിക്കാൻ, ഈ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ്. നമ്മൾ ഈ ശരീരം മാത്രമല്ല, ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവാകുന്ന ആ ബ്രഹ്മ ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, ദീപമായിട്ട് തെളിയുന്നു. ആ ദീപം എന്നാണോ അണയുന്നത്, അല്ലെങ്കിൽ ഈ ശരീരം വിട്ടു പോകുന്നത്, അപ്പോൾ നമ്മുടെ ഈ ശരീരം വെറും ജഡം, വെറും പിണ്ഡം മാത്രമായി മാറുന്നു, കുറച്ച് ഭാരമുള്ള. അതുവരെയും ആ പിണ്ഡത്തിനെ, ആ ഭാരമുള്ള തടിയെ ചുമന്നുകൊണ്ട് നടന്നത് ആരാണെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മനസ്സിലാകാൻ നോക്കുമ്പോൾ നമ്മളും ശരീരവും രണ്ടായി മാറും. അതുകൊണ്ട് ഈ ശരീരത്തിൽ നാം ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾക്ക് ഈ ബോധം ഉണ്ടാവണം, നമ്മൾ ആരാണെന്നുള്ള ബോധം. ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു ബോധസ്വരൂപനായ ആത്മചൈതന്യം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിത്യേന ഉണരുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് 100 വയസ്സ് വരെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അല്ലെ, നമ്മൾ ബ്രഹ്മത്തെ അറിഞ്ഞ് നമ്മൾ ആ ഒരു ആത്മവിചിന്തനത്തിലൂടെ കടന്നുപോയി ഈ ബ്രഹ്മചൈതന്യത്തെ ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ അതിനെ അനുഭവിക്കാനുള്ളൊരു ടെൻഡൻസി വരും. നമ്മൾ ബ്രഹ്മവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നത് നമ്മൾ യോഗ സാധനയിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും അനുഭവിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി യോഗത്തിലേക്ക് പോകാൻ നമുക്ക് തോന്നും. ഞാൻ അങ്ങനെ ആ യോഗയിലൂടെ ഭഗവാനെ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തുടങ്ങാനായിട്ട്. അങ്ങനെയാകുമ്പോൾ എനിക്ക് പിന്നെ കർമ്മങ്ങളിലേക്കൊക്കെ വലിയൊരു ഇല്ല, ഒരു ഉദാസീനമായ ഒരു മൈൻഡായിപ്പോയി ആ സമയത്ത്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ്, നിനക്ക് പിന്നെ അവർക്ക് സ്കൂളിൽ കുട്ടികൾക്കോ മറ്റോ ഒരു നവരാത്രി കാലഘട്ടത്തിലായിരുന്നു, നവരാത്രിയുടെ വിശേഷത്തെക്കുറിച്ച് എനിക്കൊരു വോയിസ് ഇട്ട് തരാമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തു, നവരാത്രിയെക്കുറിച്ച്, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ആ വോയിസ് അവൾ പലർക്കും ഇട്ടുകൊടുത്തു. അപ്പോൾ ആ കേട്ടവരും എൻ്റെ കൂട്ടുകാരിയായ ടീച്ചറും ഒക്കെ പറഞ്ഞ്, ഇത് എല്ലാ ദിവസവും ഇതൊന്ന് ഇട്ടായിരുന്നെങ്കിൽ ഈ നവരാത്രിയുടെ 9 ദിവസത്തെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എല്ലാ ദിവസവും നീ ഇടാവോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ് ഈ കഴിഞ്ഞ നവരാത്രിയല്ല, അതിന് തൊട്ടു മുമ്പത്തെ നവരാത്രി. അങ്ങനെ എന്നെക്കൊണ്ട് ദേവിയാണ് ഇങ്ങനെ സംസാരിപ്പിക്കാൻ തുടങ്ങിച്ചത് തന്നെ. ആ സംസാരത്തിലൂടെയാണ് തൊട്ടടുത്ത കാര്യങ്ങളിലൂടെ വന്ന് ഞാനിങ്ങനെ, അപ്പോൾ ഞാൻ വാട്സപ്പിൽ വോയിസ് മാത്രമായിരുന്നു അവർക്ക് ഇട്ടുകൊടുത്തത്. പിന്നീട് എനിക്ക് തോന്നി അത് കേൾക്കാൻ ഒരുപാട് പേരെന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നപ്പോൾ തോന്നി എന്നാൽ ഇതൊരു ചാനലാക്കി എടുക്കാം എന്ന് തോന്നിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത ഈ നവരാത്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിൽ അത് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കർമ്മങ്ങളിലേക്ക് വന്നു. എൻ്റെ ധ്യാനമൊക്കെ ഭഗവാനെ അറിയണം എന്നുള്ള അനുഭവിക്കണമെന്നുള്ള ഒരു ധ്യാനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ്. അപ്പോൾ ഞാൻ വളരെ കർമ്മങ്ങളിൽ നിന്നൊക്കെ എനിക്ക് വളരെ വിമുഖത അനുഭവപ്പെട്ടു. പക്ഷേ അതൊന്നും അല്ല ജീവിതം. കർമ്മം അനുഷ്ഠിച്ചു കണ്ട് തന്നെ നീ മുന്നോട്ട് പോകണമെന്നാണ് ഭഗവാനും ദേവിക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് എനിക്കപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതേ പാതയിലൂടെ, ഞാൻ കടന്നുപോയ പാതകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. വീണ്ടും ഞാൻ ഇറങ്ങി വന്നത് ഇതിലേക്ക്, മേളിൽ നിന്ന് ഞാൻ താഴേക്ക് വീണ്ടും വന്നിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഇതുതന്നെയാണ് ഞാൻ ആ ഒരു അനുഭവം എനിക്കുണ്ടായാൽ അത് ഞാൻ തന്നെ അനുഭവിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കർമ്മങ്ങളിലേക്കൊന്നും, ഞാൻ മറ്റു കർമ്മങ്ങളിലേക്കും ഇതുപോലെയുള്ള ഡ്യൂട്ടികളൊന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് സന്തോഷം, എനിക്ക് സമാധാനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ പിന്നെ ഞാൻ വേറെ സന്തോഷവും സമാധാനവും തേടി എവിടെയും പോകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ
ഞാൻ അങ്ങനെ ചെയ്യണ്ട എന്ന് ഭഗവാന് തോന്നിയിട്ടുണ്ടാകും. അതിനുശേഷമാണ് ഞാൻ ഈ ചാനലിലൂടെ വന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നീട് അന്നൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. ഭഗവാൻ തോന്നിക്കുന്ന കാര്യങ്ങൾ മാത്രം. അഷ്ടപതിയൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഭഗവാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്. 23ാമത്തെ അഷ്ടപതിയാണ് ഞാൻ ആദ്യം ചെയ്തത് തന്നെ. അത് വളരെ മനോഹരമായ അഷ്ടപതിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഷ്ടപതിയാണ്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെയും നിർദ്ദേശവും ആഗ്രഹവും സംശയവും ഒക്കെ അനുസരിച്ചാണ് ഞാൻ പിന്നീട് ഇത് സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരുടെ നിർദ്ദേശം, അവരുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇതിലേക്ക് തന്നെ ഉറച്ചു വന്നത്. അപ്പോൾ എൻ്റെ വാക്കുകൾ ഓരോരുത്തർക്കും പ്രയോജനമാകുന്നു, ആശ്വാസമാകുന്നു, അവർക്കൊരു വഴികാട്ടിയാകുന്നു എന്ന് കേട്ടപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്കർമ്മമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി ഈ ജീവിതത്തെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്നവരും കേൾക്കാത്തവരും ഇനിയും കേൾക്കാൻ ആഗ്രഹിച്ച് ഇതിലേക്ക് കടന്നു വരുന്നവരും എല്ലാം ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകം മുഴുവൻ സുഖം സംഭവിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വാക്യത്തിൽ നിർത്തുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.